നമസ്കാരം. പ്രശസ്തനായിട്ടുള്ള മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ സാജൻ സ്കറിയയെ കുറച്ചുപേർ ചേർന്ന് കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു. ആ മർദ്ദനത്തിൽ ആരാണെന്നോ എന്താണെന്നോ അറിയാൻ പാടില്ലാതെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനവും അദ്ദേഹം നടത്തുകയുണ്ടായി. അതിൽ സാജൻ സ്കറിയ പറയുന്നത് CPM-ന്റെയും DYFIയുടെയും പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചതെന്നും ഇതിനു പിന്നിൽ അവർ തന്നെയാണെന്നുള്ളതാണ് സാജൻ സ്കറിയ പറഞ്ഞു വെച്ചത്. എന്നാൽ ഈ വാർത്ത വന്നതോടുകൂടി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുകയും ആ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാരെയും പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ അതിനിടയിൽ ഒരു തൊടുപുഴയിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വൈറലായിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയപ്പെടുന്ന ഫേസ്ബുക്കിന്റെ ഉടമയായിട്ടുള്ള പുള്ളിക്കാരന്റെ ഭാര്യ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ആത്മഹത്യയിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നുള്ള രീതിയിൽ ഒരു വാർത്ത സാജൻ സ്കറിയ കൊടുത്തിരുന്നു. സാജൻ സ്കറിയ ഈ വാർത്ത കൊടുത്തതോടുകൂടിയാണ് അദ്ദേഹം കാലങ്ങളായി ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോ ഈ സാജൻ സ്കറിയ തൊടുപുഴയിലുള്ള ഒരു കല്യാണ റിസപ്ഷനിൽ പങ്കെടുത്ത് തിരിച്ച് മടങ്ങുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ആ വ്യക്തി തന്നെയാണ് സാജൻ സ്കറിയയെ മർദ്ദിച്ചതെന്നുള്ളത് അദ്ദേഹം ഫേസ്ബുക്ക് വഴി ഇപ്പോ പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ ഉള്ളടക്കം ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ സാജൻ സ്കറിയയോട് ചോദിച്ചിട്ടുള്ളത്. സാജൻ സ്കറിയ ഈ ആക്രമണത്തിൽ പെടുകയും ആക്രമണത്തിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പിണറായി വിജയന്റെ അനുയായികളാണ് തന്നെ ആക്രമിച്ചെന്നുള്ള നിലയിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അത് അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ യഥാർത്ഥ വസ്തുത ഇതാണ്: വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ആ ആത്മഹത്യ ചെയ്ത ആളുടെ ഹസ്ബൻഡാണ് ഇപ്പോ ആക്രമിച്ചെന്നുള്ള രീതിയിൽ യഥാർത്ഥ വസ്തുത പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ അതിന്റെ വസ്തുത നിരത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 എന്തായാലും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ചാനലേ അല്ല. പക്ഷെ ആ ചാനൽ വളരെ കൃത്യമായും വ്യക്തമായിട്ടും ഈ വാർത്തയെ സംബന്ധിച്ച് ഈ സാജൻ സ്കറിയയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കൃത്യമായി ന്യൂസ് 18 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വാർത്ത എന്താണെന്ന് നോക്കാം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ ഉടമ സാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റതിന് പിന്നിൽ അപവാദ വാർത്താ പ്രചരണമെന്ന് സൂചന. ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ അപവാദ വാർത്ത പ്രചരിപ്പിച്ചതാണ് പ്രകോപന കാരണം. മർദ്ദനത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊട്ടേഷൻ എന്ന മറുനാടൻ മലയാളിയുടെ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് മർദ്ദിച്ചു എന്ന് പോലീസ് കരുതുന്ന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്നതിൽ കുറവുണ്ട്, ക്ഷമിക്കുക. ഈ നാട്ടിൽ ഇനിയും കാലുകുത്തുന്ന സമയം ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് ഒരു കുറിപ്പ്. ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടോ എന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ആക്രമത്തിൽ പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. ഇന്നലെ രാത്രി തൊടുപുഴ മങ്ങാട്ട് കവലയിൽ വെച്ചാണ് സാജൻ സ്കറിയ ആക്രമിക്കപ്പെട്ടത്. PS സാഗർ ചേരുന്നു. സാഗർ, ഈ സാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, ഇത് പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് മുന്നോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഈ വധശ്രമം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് മേൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത എത്രമാത്രമാണ്? അതിനപ്പുറം ഈ ആക്രമിക്കപ്പെട്ടതിന്റെ കാരണം എന്താണ്? ഈ സാജൻ സ്കറിയ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും വാർത്തയുമായി ബന്ധപ്പെട്ട തർക്കമാണോ? ഇത് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും സജിത്ത് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതിന്റെ യഥാർത്ഥ കാരണം, ഈ സാജൻ സ്കറിയ എന്നതിൽ ആക്രമിക്കപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണമെന്ന് പറയപ്പെടുന്നത്, ഈ ആക്രമിക്കപ്പെട്ട ആളുകളുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഭാര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ അപവാദ പ്രചരണം സാജൻ സ്കറിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തി എന്നൊരു കാരണമാണ് ഈ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുവാനായി കാരണമായി പറയുന്നത്. എന്നാൽ ഇന്നലെ മുതൽ ഈ ഇത്തരത്തിലൊരു സംഭവം നടന്ന ആ സമയം മുതൽ
ഇതൊരു പാർട്ടിയുടെ മേൽ വെക്കുന്ന രീതിയിൽ ആണ് പ്രചരണം നടക്കുന്നത്. ആ പാർട്ടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിലൊരു കാര്യമില്ല. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ ആക്രമിക്കപ്പെട്ട സംഘത്തിലുള്ള പ്രധാനപ്പെട്ട ഒരാൾ അയാളുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട അയാൾക്കെതിരെ സാജൻ സ്കറിയ അപവാദ പ്രചരണം തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തി. അത്തരത്തിലൊരു വൈരാഗ്യം മാത്രമാണ് ഇന്നലെ വൈകിട്ട് നടന്ന ഒരു ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്. ഇന്നലെ വൈകിട്ടോടെ തൊടുപുഴയിൽ നടന്ന ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ടാണ് സാജൻ സ്കറിയ എത്തിയത്. തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം സാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. ഈ വാഹനത്തിലെത്തിയ 5ഓളം പേർ വരുന്ന ആളുകൾ സാജൻ സ്കറിയയെ മർദ്ദിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ അടുത്തു തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടുന്ന് രാത്രിയോടെ ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായിട്ട് ഇടതുപക്ഷ വിരുദ്ധത മുഴുവനും പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അത് യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ഒക്കെ ഇടതുപക്ഷ വിരുദ്ധത മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു ചാനലാണ് ഷാജൻ സ്കറിയയുടെ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ നവമാധ്യമങ്ങളും കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് ഡിവൈഎഫ്ഐയുടെയും CPMന്റെയും ആൾക്കാരെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഷാജൻ സ്കറിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഈ കള്ളവാർത്തകൾ ചെയ്യുന്നത് പാർട്ടിക്കെതിരായിട്ട് ഈ CPMനും ഡിവൈഎഫ്ഐക്കും എതിരായിട്ടും മാത്രമല്ല. എന്നാൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത് ഡിവൈഎഫ്ഐയും CPM പോലുള്ള സംഘടനകളായിരുന്നു. പക്ഷേ അവർ എത്ര വാർത്തകൾ കൊടുത്തിട്ടും അദ്ദേഹത്തെ ആക്രമിക്കുന്നതിനോ മറ്റ് കുത്സിത പ്രവർത്തനത്തിനോ ഇതുവരെ മുതിർന്നിട്ടില്ല. എന്നാൽ ഈ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി നിരവധി കള്ളവാർത്തകളും മറ്റും ആർക്കെതിരെയും എന്തും വാർത്ത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇതുപോലുള്ള ആക്രമണങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നാണ്. എന്തായാലും ഈ ആക്രമിച്ച ആൾക്കാരെ എല്ലാവരെയും ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് കൃത്യമായി എല്ലാവരെയും പിടിച്ചിട്ടുണ്ട്. ആക്രമിച്ചവരെയും ആക്രമണത്തിൽ ഏർപ്പെട്ടവരെയും ഇനി വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്തായാലും ഈ ആക്രമിച്ച് 24 മണിക്കൂറിനുള്ളിൽ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.